തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന് ഇന്ന് നിർണായകം. തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജിയിൽ ആണ് ഹൈക്കോടതി വിധി പറയുക. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചതായും വോട്ട് അഭ്യർത്ഥിച്ചുള്ള സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതായും സ്വരാജ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വരാജിന്റെ ഹർജി നിലനിൽക്കും എന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിനെതിരെ ബാബു നൽകിയ ഹർജി സുപ്രീം കോടതിയും തള്ളിയിരുന്നു. 1030 വോട്ടുകൾക്കായിരുന്നു കെ ബാബുവിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും TG സജിത്തും ആണ് ചേരുന്നത്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ട വിധിയാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബാബുവിന് MLA സ്ഥാനത്ത് സാങ്കേതികമായി ഇനി തുടരാനാകുമോ? ഒരുപക്ഷെ ഇനിയും കോടതി നടപടികളുമായി ബാബുവിന് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും എന്നത് തർക്കമില്ല. അപ്പോൾ പോലും ഹൈക്കോടതിയുടെ വിധി എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം നിർണായകമായ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കടുത്ത മത്സരമായിരുന്നു തൃപ്പൂണിത്തുറയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിൽ തന്നെയാണ് കെ ബാബു വിജയിക്കുന്ന ഒരു ഘട്ടത്തിലേക്കും എത്തിയത്. 992 വോട്ടുകൾക്കാണ് അന്ന് കെ ബാബു വിജയിച്ചത്. മുൻ MLA കൂടിയായിരുന്ന സ്വരാജ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണ വേളയിൽ വോട്ടർ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചു എന്ന് കാട്ടിയാണ് എന്ന് ആരോപണം ഉന്നയിച്ചാണ് സ്വരാജ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ മതം അടിസ്ഥാനപ്പെടുത്തി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഈ കാരണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ബാബുവിന്റെ വിജയം റദ്ദാക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് M സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിനെതിരെ ബാബു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സമീപിച്ചിരുന്നെങ്കിലും ആ ബാബുവിന്റെ തുടർ ഹർജികൾ തള്ളുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിനുശേഷം ഇപ്പോൾ ഈ വിധി ഇന്ന് ഹൈക്കോടതി പറയാനിരിക്കുന്ന വിധി അങ്ങേയറ്റം നിർണായകമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഇതേ മണ്ഡലത്തിൽ നിന്നാണ് സ്വരാജ് നേരത്തെ നിയമസഭയിൽ എത്തിയിരുന്നതും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ കടുത്ത മത്സരം തന്നെയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വരാജും കെ ബാബുവും കാഴ്ചവെച്ചത്. അവസാന നിമിഷമാണ് കെ ബാബു അട്ടിമറി വിജയം നേടുന്നത് എന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ മത്സരം അങ്ങേയറ്റം കടുകിടെ വ്യത്യാസത്തിന് മാത്രം വിജയിച്ച ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഇതിലെ വിജയം നിർണായകവുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ മാർച്ചിലാണ് ഇങ്ങനെ ശബരിമല അയ്യപ്പന്റെ ചിത്രം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉപയോഗിച്ചുവെന്ന് കാട്ടിക്കൊണ്ട് സ്വരാജ് കോടതിയെ സമീപിച്ചത്. അതിന്റെ വിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത്. അങ്ങേയറ്റം നിർണായകം തന്നെയാണ്. സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ ബാബുവിനെ സംബന്ധിച്ച് വിധി നിർണായകമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ മറ്റ് ഓപ്ഷനുകൾ ഉണ്ടാകാം. എന്നിരുന്നാൽ കൂടി ഒരുപക്ഷെ ഈ MLA സ്ഥാനം റദ്ദ് ചെയ്തുകൊണ്ടുള്ള വിധിയാണെങ്കിൽ അത് വീണ്ടും സൂചിപ്പിക്കുന്ന പോലെ മറ്റ് ഓപ്ഷനുകൾ സ്വാഭാവികമായും ഉണ്ട്. ഇവിടെ ഹൈക്കോടതിയുടെ വിധിയാണ് വരാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, ഈ ഹർജി പരിഗണിക്കപ്പെട്ട ഘട്ടത്തിലടക്കം അതിനെ ചെറുക്കുന്നതിനുള്ള സമീപനങ്ങൾ, നീക്കങ്ങൾ കെ ബാബുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. കെ ബാബു സുപ്രീം കോടതി അടക്കം സമീപിച്ചതുമാണ്. പക്ഷേ സുപ്രീം കോടതിയും നിരീക്ഷിച്ചത് ഈ ഹർജി പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും എന്ന് തന്നെയാണ്. അവിടെ തന്നെ കെ ബാബുവിന് ആദ്യ തിരിച്ചടി ഉണ്ടാവുകയാണ്. ഹർജി ഫയലിൽ സ്വീകരിച്ചു, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ അടക്കം സുപ്രീം കോടതി ഇതിൽ വിധിന്യായവുമായി അല്ലെങ്കിൽ വാദങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് കൃത്യമായി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ പ്രാഥമികമായി കെ ബാബുവിന് ഈ വിഷയത്തിൽ തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അന്തിമ വിധി എന്നതിന് സമയമെടുക്കുമെങ്കിൽ പോലും ഹൈക്കോടതിയുടെ വിധി ഏത് തരത്തിലായിരിക്കും എന്നാണ് പൊതുവെ ഈ രംഗത്തുള്ളവർ നിരീക്ഷിക്കുന്നത്. ആജ്ഞ, അഭിലാഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDF-ന് മേൽക്കൈയുള്ള മണ്ഡലമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളോളം UDF-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ
അതല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും നിർണായകമായ, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മണ്ഡലത്തെ പറ്റിയുള്ള സൂചനയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം, ഈ ഒരു ഹർജി മുഖേന ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കാരണം അവിടെ സ്വരാജ് നേരത്തെ MLA ആകുന്നു, അതേ തുടർന്ന് കെ ബാബു ആ വിജയം അട്ടിമറിക്കുന്നു. ഈ അട്ടിമറി വിജയം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഇങ്ങനെ മതപരമായി മതം ഉപയോഗിച്ച് മതം തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി പ്രചാരണം നടത്തി എന്ന് ശബരിമല അയ്യപ്പന്റെ ചിത്രം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉപയോഗപ്പെടുത്തി, വോട്ടർമാർക്ക് നൽകിയ ലിസ്റ്റിൽ റെസിപ്റ്റിൽ ഉപയോഗപ്പെടുത്തി എന്ന് കാട്ടിയാണ് ഈ ഒരു ഹർജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പ്രഥമ ദൃഷ്ട്യാ സുപ്രീം കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ ഇത് നിലനിൽക്കുന്ന ഒരു വാദം തന്നെയാണ് സ്വരാജിൻ്റേത് എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ബാബുവിൻ്റെ ഹർജി സുപ്രീം കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ബാബുവിന് തിരിച്ചടി നേരിട്ടു. ആദ്യം തന്നെ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടിയാണ് ലഭിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ഉണ്ടാകുന്ന വിധിയിലും ഇതേ നിലപാട് തന്നെ കോടതി സ്വീകരിക്കുകയാണെങ്കിൽ UDF-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിധിയായിരിക്കും അതെന്ന് വേണം വിലയിരുത്താൻ. അഭിലാഷ്, സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച്, പ്രത്യേകിച്ച് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, സമുദായമോ വർഗമോ ഗോത്രമോ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പാടില്ല. ഭാഷാടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യത്തിന് വേണ്ടി ശ്രമിക്കാൻ പാടില്ല. ഭാഷയും വേഷവും ഒന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കാൻ പാടില്ല, അതിനെ ആയുധമാക്കി മാറ്റാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ സജിത്ത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിൽ ഒരു പാളിച്ച തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചതായി വേണമല്ലോ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. കാരണം ചില ചുവരെഴുത്തുകളിൽ അടക്കം ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സാധാരണ ഈ വോട്ടർമാർക്ക് കുടുംബങ്ങളിൽ സ്ലിപ്പ് നൽകുക എന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ്. അതായത് ആ സ്ലിപ്പ് നോക്കി വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ ഒരു പൊതുരീതി. അതിനാണ് സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്നത്. ആ സ്ലിപ്പിൽ ആയിരുന്നു ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉൾപ്പെടുത്തിയത്. അതായത് ബാബു തോൽക്കുന്നുവെങ്കിൽ അത് അയ്യപ്പനാണ് തോൽക്കുന്നത് എന്ന സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. അപ്പോൾ പ്രാഥമികമായി ഇത് അതീവ ഗൗരവമുള്ള ഒന്ന്. കൃത്യമായി മത സംവിധാനങ്ങളെ, വിശ്വാസത്തെ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തി എന്നല്ലേ വായിച്ചെടുക്കാൻ സാധിച്ചത്? അഭിലാഷ്, തീർച്ചയായിട്ടും ഇതിൽ സ്വരാജ് ഉന്നയിച്ച പരാതി, അത് ഒരു രേഖാമൂലമുള്ള ഈ പരാതിയിൽ ചില അടിസ്ഥാന കാരണമായി അവർ ഉന്നയിക്കുന്നത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള വോട്ടു തേടലാണ്. നമുക്ക് മുന്നിൽ മുൻകാല അനുഭവങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ അങ്ങേയറ്റം വിരുദ്ധമാണ് ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ട് തേടൽ. അഭിലാഷ് അതിൻ്റെ സാങ്കേതിക നിയമ വിഷയങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അതാണ് അതിൻ്റെ വസ്തുത. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ചു, അയ്യപ്പൻ്റെ പേര് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി അവർ സ്വരാജിൻ്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ സ്ലിപ്പിൻ്റെ ചിത്രങ്ങളടക്കം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ചുവരെഴുത്തുകളടക്കം, അയ്യപ്പൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചുവരെഴുത്തുകളടക്കം സമർപ്പിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇതിൽ വസ്തുതയുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ ഹൈക്കോടതി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് സുപ്രീം കോടതി ഈ ബാബുവിൻ്റെ ഹർജി തള്ളുകയും തുടർ നടപടികൾക്ക് വേഗത്തിലാക്കാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്ത സാഹചര്യമുണ്ടായത്. ഇതിൻ്റെ പശ്ചാത്തലം തീർച്ചയായും ഈ തൃപ്പൂണിത്തുറയിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇത്തരം വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നത്. കാരണം സ്വരാജ് രണ്ടാം തവണ തൃപ്പൂണിത്തുറയിൽ വോട്ട് തേടിയപ്പോൾ ആദ്യപരാജയപ്പെടുത്തിയ ബാബുവിൻ്റെ ഒരു തിരിച്ചുവരവിന് വഴി ഒഴുക്കിയതാണ് ഈ വിവാദമായ ഇപ്പോൾ നമ്മൾ പരാമർശിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും രാഷ്ട്രീയ പോരാട്ടവും അത്ര കണ്ട് മൂർച്ഛിച്ചതായിരുന്നു. അതുകൊണ്ടാണ് പല സാധ്യതകളിലേക്ക് വോട്ട് തേടുന്നതിനുള്ള മാർഗങ്ങൾ സ്ഥാനാർത്ഥികൾ ഉപയോഗപ്പെടുത്തിയത്. അന്നത്തെ ഒരു പശ്ചാത്തലം ശബരിമല വിഷയം സജീവമായി നിന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ശബരിമല വിഷയത്തിൽ സർക്കാരിന് വേണ്ടി അന്ന് നിലപാടെടുത്ത വ്യക്തിയായിരുന്നു സ്വരാജ്. സ്വരാജിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മാർഗമായി അത് പ്രതിപക്ഷം, അതായത് കെ ബാബുവിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ ഉപയോഗിക്കും. തീർച്ചയായും അതാണ് സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ. അതായത് ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ. അതായത് 91 ശേഷം തോൽവി അറിയാതെ മുന്നേറിയ ആളാണ് കെ ബാബു. അവിടെ ഏതൊരു തൃപ്പൂണിത്തുറക്കാരനും കെ ബാബു എന്നത് കയ്യെത്തും ദൂരത്തുള്ള ഒരു നേതാവ് എന്ന ഒരു പൊതു ഫീൽ ഉണ്ടായിരുന്നു. അവിടേക്കാണ്
സ്വരാജ് എത്തുകയും അപ്രതീക്ഷിതമായി അന്ന് ഉണ്ടായ ജനവികാരം നമുക്കറിയാം, അത് സർക്കാരിനെതിരെ ഉണ്ടായ ജനവികാരം നമുക്കറിയാം. അങ്ങനെ സ്വരാജ് വിജയിച്ചു കയറുന്നു. ആ സ്വരാജിനെ പിന്നീട് കീഴ്പ്പെടുത്തേണ്ടി വരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അപ്പോൾ ശബരിമല വലിയ വിഷയമായി ഉയർന്നു നിൽക്കുന്നു. തൃപ്പൂണിത്തറ പോലെ ഒരു മണ്ഡലം പൊതുവെ ഹൈന്ദവ വിഭാഗങ്ങൾക്ക് വലിയ മെജോറിറ്റിയുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഈ വികാരം കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതായത് ഈ കെ ബാബുവിന് സ്വന്തം പ്രതിച്ഛായയിലൂടെ മടങ്ങി വരിക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം വികാരങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നു. അത് ആ ഫലത്തിലും പ്രകടനം ആണല്ലോ. അതായത് സജിത്ത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് നോക്കിയാൽ 1030 വോട്ടുകൾക്ക് മാത്രമാണ് കെ ബാബുവിന് തിരിച്ചുവരവ് നടത്താൻ സാധിച്ചത്. അപ്പോൾ ആ സാധ്യതയെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ മതത്തെ, മതചിഹ്നങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്തു എന്ന് വേണമല്ലോ നമുക്ക് പ്രാഥമികമായി അനുമാനിക്കാൻ സജിത്ത്. തീർച്ചയായിട്ടും അത് വരാം എന്ന് മാത്രമല്ല, ഇതിന്റെ എതിർവാദമായി കെ ബാബുവിന്റെ അഭിഭാഷകരും കെ ബാബുവും കോടതിയിൽ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തോ അല്ലെങ്കിൽ ഈ പ്രചരണ സമയത്തോ ഒന്നും എം സ്വരാജോ അവരുടെ അഭിഭാഷകരോ ഈ വിഷയം പരാതിയായി ഉന്നയിക്കപ്പെട്ടില്ല എന്നതാണ്. അതിനപ്പുറത്തേക്ക് കാര്യമായ എതിർവാദങ്ങൾ ഉന്നയിക്കാൻ കെ ബാബുവിന് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടിയുണ്ട്. കാരണം സ്വരാജും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും കോടതിയിൽ വെച്ചത് ചിത്രങ്ങളടക്കം ചില തെളിവുകളുണ്ട്. ഇവിടെ നമുക്ക് അഭിലാഷ പരാമർശിക്കാവുന്ന ഒരു കാര്യം, മുമ്പ് മൂവാറ്റുപുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ PC തോമസിന്റെ വിജയമാണ്. PC തോമസ് വിജയിച്ചത് വെറും 500 വോട്ടുകൾക്കാണ്. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം 500 വോട്ടുകൾക്കാണെന്ന് ഓർക്കണം. ഈ ശക്തമായ ത്രികോണ പോരാട്ടമായിരുന്നു അന്ന് അവിടെ നടന്നത്. ഒരു വശത്ത് UDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി മത്സരിച്ച തെരഞ്ഞെടുപ്പാണ്. മറ്റൊരു വശത്ത് CPM സ്ഥാനാർത്ഥിയായി PM ഇസ്മയിൽ ആയിരുന്നു. അതേസമയം NDAയുടെ സ്ഥാനാർത്ഥിയായി PC തോമസും മത്സരിച്ചു. പക്ഷേ PC തോമസ് മാർപ്പാപ്പയുടെ ചിത്രമടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉയർത്തി കാട്ടി എന്നത് പിന്നീട് കോടതിയിൽ അത് പരാതിയായി വരികയും കോടതി അത് ശരിവെക്കുകയും ഒടുവിൽ PC തോമസിന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കപ്പെടുകയും ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് മുൻകാല അനുഭവങ്ങൾ പലതുണ്ട് എന്നത് വസ്തുതയാണ്. സ്വാഭാവികമായും അത് വലിയ ആക്ഷേപമായി തെരഞ്ഞെടുപ്പ് ഉയർത്തപ്പെടുമ്പോൾ കോടതികൾക്കത് കാണാതിരുന്നുകൂടാ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടാവുന്നത്. നമുക്കിന്ന് ഹൈക്കോടതിയിൽ നിന്ന് എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പരിശോധന കൂടി ഒരുപക്ഷെ അഭിലാഷ് നല്ലതായിരിക്കും തോന്നുന്നു. 2-3 തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരു പക്ഷേ കെ ബാബുവിൻ്റെ നിയമസഭാംഗത്വം റദ്ദാക്കപ്പെട്ടേക്കാം. പക്ഷേ എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ പ്രയറായിട്ട് അദ്ദേഹത്തിൻ്റെ പരാതിയെ ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട്. കെ ബാബുവിനെ പരാജിതനായി പ്രഖ്യാപിക്കുകയും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന വാദമുണ്ട്. പക്ഷേ ആ വാദം കോടതി അംഗീകരിക്കുമോ എന്നതാണ് പ്രസക്തമായ കാര്യം. ഒരു പക്ഷേ അത് അംഗീകരിക്കപ്പെടാതിരിക്കാം. അത് കോടതിയുടെ നടപടികൾക്ക് വിധേയമാണ്. ഒപ്പം ഇത് സുപ്രീം കോടതിയിലേക്ക് നീളുന്ന നിയമപോരാട്ടമായി മാറുകയും ചെയ്യും. അതാണ് ഇതിലിപ്പോൾ പല സാധ്യതകൾ ഉണ്ട്. നമുക്ക് കോടതിയുടെ നിരീക്ഷണം എന്താകും, കോടതി വിധി എന്താകും എന്നൊന്നും അനുമാനിക്കാൻ സാധിക്കില്ല. എങ്കിലും പൊതുവെ നിയമ വിദഗ്ധർ ഉൾപ്പെടെ ഉള്ളവർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഒന്ന് സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കെ ബാബുവിൻ്റെ MLA സ്ഥാനം നഷ്ടമായേക്കാം, തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടാകാം. അതല്ല എങ്കിൽ സ്വരാജിനെ വിജയിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടാകാം. ചിലപ്പോൾ സ്വരാജിൻ്റെ ഹർജി തള്ളുന്ന പശ്ചാത്തലമുണ്ടാകാം. പക്ഷേ എന്തു തന്നെയാണ് എങ്കിലും നിയമപരമായ ഒരു പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് വേണമല്ലോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഈ വിഷയം പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിധി എതിരാണ് എങ്കിൽ കെ ബാബു സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോകും. വിധി കെ ബാബുവിന് അനുകൂലമാണ് എങ്കിൽ എം സ്വരാജ് മേൽക്കോടതിയിലേക്ക് പോകും. അങ്ങനെ തന്നെ വേണമല്ലോ നമുക്ക് പ്രതീക്ഷിക്കാൻ. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു നിയമ പോരാട്ടം, ഇതിൽ വിധി എന്ത് തന്നെ ആയാലും നിയമ പോരാട്ടം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് ഇപ്പോൾ വിധി കെ ബാബുവിനെതിരാണെങ്കിൽ കെ ബാബു തുടർ നടപടികളിലേക്ക് പോകും, വിധി സ്വരാജിനെതിരാണെങ്കിൽ സ്വരാജ് തുടർ നടപടികളിലേക്ക് പോകും. എന്ത് തന്നെ ഇരുന്നാലും സജിത്തും അഭിലാഷും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഡ് ഓഫ് കോണ്ടാക്ട് അനുസരിച്ച് ഇത് നിയമപരമല്ല. ഇത് നിലനിൽക്കുന്ന, അതായത് സാധുതയില്ലാത്ത ഒരു നീക്കമാണ് ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് സ്വരാജിന്റെ പരാതി അനുസരിച്ച്. ബാബുവിന്റെ MLA സ്ഥാനം നിലനിൽക്കാനുള്ള സാധ്യത ഇല്ലാത്ത ഒരു തരത്തിലുള്ള ബലമാർജിച്ച ഒരു പരാതിയാണ് സ്വരാജ് എന്തായാലും ഹർജി മുഖേന ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ മതചിഹ്നം ഉപയോഗിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ മതം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അങ്ങേയറ്റം തെറ്റു തന്നെയാണ് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് കണക്കിലെടുക്കുമ്പോൾ.
ഈ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഴിഞ്ഞ തവണയും സുപ്രീം കോടതിയും ഇതിൽ പ്രാഥമികമായി ഈ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് ബാബുവിന്റെ ഹർജി തള്ളാനുണ്ടായ സാഹചര്യം ഈ ഒരു സാഹചര്യം കൂടി വിലയിരുത്തുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മുൻപ് സജിത്ത് സൂചിപ്പിച്ച മുൻ എക്സ്പീരിയൻസസ് നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ വിധി ബാബുവിന് എതിരാകാനുള്ള സാധ്യത ഏറെക്കുറെ സാധ്യത കൂടുതലാണ്. ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ സ്വരാജിന് വിജയം, അല്ലെങ്കിൽ സ്വരാജിന്റെ ആവശ്യമനുസരിച്ച് സ്വരാജിനെ വിജയിയായി പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോടതി നീങ്ങുമോ എന്നൊരു ആശങ്ക കൂടി ഇക്കാര്യത്തിൽ സ്വരാജിനുണ്ടായേക്കാം. കാരണം അത്തരത്തിലുള്ള ഒരു വിധി വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. എന്നിരുന്നാൽ പോലും ബാബുവിന്റെ MLA സ്ഥാനം അയോഗ്യനാക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള സാധ്യതയാണ് കൂടുതലും വഴിവെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാൽ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൃപ്പൂണിത്തുറ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ചും 91 മുതൽ ബാബു നിരന്തരം ജയിച്ചു കയറിയ ഒരു മണ്ഡലം, അത് സ്വരാജ് അട്ടിമറിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് അട്ടിമറിക്കുന്നു. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി UDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത്തരത്തിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ ആയിട്ടാണ് സ്വരാജ് ഇപ്പോൾ ഒരു ഹർജി ഇങ്ങനെ കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, സ്വരാജിന്റെ ഹർജി തള്ളിയേക്കാം, അതല്ലെങ്കിൽ ബാബുവിന്റെ ബാബു MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെടാം. ഈ 2 സാധ്യതകളാണ് ഇതിനുള്ളത്. ഇത് 2 തന്നെ ആയാലും ഇതിന് നിയമ പോരാട്ടങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ 2 വിധി വന്നാലും, സ്വരാജിന് അനുകൂലമായാലും ബാബുവിന് അനുകൂലമായാലും 2 കൂട്ടരും ഹയർ ഓപ്ഷനുകൾ തേടുന്ന ഒരു സാഹചര്യം കൂടി ഈ കേസിലുണ്ട്. അത്തരം സാധ്യതകളാണ് ഉള്ളത്. സജിത്ത്, ഈ കേസിൽ വിധി പറയാൻ പോകുന്നത് ജസ്റ്റിസ് PG അജിത് കുമാറാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും വിധി പ്രസ്താവിക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലത്തെ സംബന്ധിച്ച ഹർജിയാണ്. 2021 ജൂൺ മാസത്തിൽ തന്നെ ഈ ഹർജി സ്വരാജ് ഫയൽ ചെയ്തതാണ്. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ വർഷം മാർച്ച് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് പശ്ചാത്തലം. ഇനിയും ഇതിന് നിയമ സാധ്യതകൾ മുന്നിലുണ്ട് എന്ന് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോഴും സജിത്ത്, നമ്മൾ ന്യൂസ് ട്രെൻഡ്സിൽ ഇന്ന് ആദ്യം ഈ വാർത്ത ഉൾപ്പെടുത്താനുണ്ടാകുന്ന സാഹചര്യം, ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന സമയമാണ്. ഇവിടെ എത്രയോ വിഷയങ്ങൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ നമുക്കറിയാം അയോധ്യ രാമക്ഷേത്രം എന്നത്, അത് കേരളത്തിൽ ഒരു പ്രതിഫലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന് പൊതുവെ വിലയിരുത്തുമ്പോൾ പോലും അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ ഇപ്പോഴും സജീവ ചർച്ചയായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. കേരള സ്റ്റോറി, ഏറ്റവും ഒടുവിൽ സഭ കേരള സ്റ്റോറി എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. കേരള സ്റ്റോറി മതപഠന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്നു, കുടുംബയോഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. അതിനെതിരെ ഇന്നലെ പെരുന്നാൾ ദിനത്തിൽ മുസ്ലിം മതപണ്ഡിതർ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ജാതിയും മതവും ഒന്നും രാഷ്ട്രീയത്തോട് കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് മതനേതാക്കൾ പറഞ്ഞാലും രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞാലും അതൊക്കെ ഇപ്പോഴും കണ്ണിചേർന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധി എന്തായാലും അതിനെ പ്രയോജനപ്പെടുത്താൻ ഇരു മുന്നണികൾക്കും സാധിക്കും. ഒപ്പം BJPയും ഇതിനെ ഏതെങ്കിലും തരത്തിൽ ആയുധമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെയൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഈ വിധി വരാൻ പോകുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ന്യൂസ് ട്രെൻഡ്സിൽ ആദ്യം തന്നെ ഈ വിഷയം ഉൾപ്പെടുത്തിയത്. ആ നിലയിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വയ്ക്കുമ്പോൾ തൃപ്പൂണിത്തുറ പോലെയുള്ള പ്രദേശം, അവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഹൈന്ദവ വോട്ടുകൾ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഏത് തരത്തിലുള്ള ഒരു സ്വാധീനമായിരിക്കാം ചെലുത്തപ്പെടാൻ സാധ്യത കാണുന്നത് സജിത്ത്? അഭിലാഷ്, ഈ തൃപ്പൂണിത്തുറയിൽ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് വിധി, അതായത് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി, അത് തൃപ്പൂണിത്തുറ എന്ന പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന വിധിയായിരിക്കില്ല, മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിധിയായി തന്നെ അത് മാറും. അതിന് 2 ഇമ്പാക്റ്റ് സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണാം. ഒന്ന്, ഇതിൽ കെ ബാബുവിൻ്റെ നിയമസഭാംഗത്വം റദ്ദാക്കപ്പെട്ടാൽ ഇടതുപക്ഷത്തിന് അത് സംസ്ഥാനത്ത് മുഴുവൻ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായി അത് മാറും. കാരണം സ്വരാജിൻ്റെ
പരാജയ കാരണമായി നേരത്തെ തന്നെ ഇടതുപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു കെ ബാബുവിൻ്റെ ഇത്തരം നീക്കങ്ങൾ. മറ്റൊന്നുകൂടിയുണ്ട്. ബി ജെ പിയുടെ വോട്ട് മറിച്ചാണ്, അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് നേടിക്കൊണ്ടാണ് അന്ന് കെ ബാബു വിജയിച്ചത്. കാരണം അന്ന് ആ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ കുത്തനെ കുറവ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നു. അത് കെ ബാബു നേടിയ വോട്ട് ആണ് എന്നതായിരുന്നു ഇടതുമുന്നണി ഉന്നയിച്ച ആക്ഷേപം. അങ്ങനെ അവിടെ വലിയ രാഷ്ട്രീയ ഒത്തുകളി നടന്നു എന്ന ആക്ഷേപം അടക്കം ഒന്നുകൂടി ഉന്നയിക്കാനുള്ള അവസരമായി കൂടി അത് ബാബുവിനെതിരെ തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ, കോടതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ അത് മാറുകയും ചെയ്യും. ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയമായി ഇത് പ്രധാനമായി ഉയർത്തിക്കാട്ടാൻ ഇടതുപക്ഷത്തിന് കഴിയുകയും ചെയ്യും. അതേസമയം ബാബുവിന് അത് ശരിവെക്കപ്പെട്ടാൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് അത് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വിഷയമായി കൂടി അത് മാറുകയും ചെയ്യും. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുകയും ചെയ്യുമെന്നതാണ് ഈ തൃപ്പൂണിത്തുറ നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള എം സ്വരാജിൻ്റെ ഹർജിയുടെ രാഷ്ട്രീയ പ്രാധാന്യം. അത് സ്വാഭാവികമായും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ നമുക്ക് കാത്തിരുന്നാൽ അതിൻ്റെ സസ്പെൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 1030 വോട്ടുകൾക്കാണ് കെ ബാബു തൃപ്പൂണിത്തുറയിൽ നിന്ന് വിജയിച്ചത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെയൊരു വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് പരിഗണനയ്ക്ക് വരുന്നത്. അതിൽ ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തുടരുന്നത്. ആജ്ഞ, ഇതിലിപ്പോൾ നേരത്തെ തന്നെ ഈ ഇടതു വലത് കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടാകും. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിധി എന്തായാലും അടുത്ത ഓപ്ഷൻ എന്നത് തന്നെയായിരിക്കും ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നത്. അങ്ങനെ ഇരു ക്യാമ്പുകളിലും നടക്കുന്നത് ഏത് തരത്തിലുള്ള നിരീക്ഷണങ്ങളും ചർച്ചകളുമാണ് എന്നതിൽ വ്യക്തതയുണ്ടോ? ഇനിയിപ്പോൾ ഉച്ചവരെ കാത്തിരിക്കേണ്ടതുണ്ട് എന്താകും ഇതിൽ വിധി എന്നറിയാൻ. അഭിലാഷ് 11:30ക്കാണ് ഈ കേസ് പരിഗണിക്കുന്നതെന്നാണ് അറിഞ്ഞത്. എന്തായാലും 2 മണിയോടെ കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 91 മുതൽ തുടർച്ചയായ വിജയം, മണ്ഡലം കൈയടക്കിയുള്ള വിജയമാണ് കെ ബാബുവിൻ്റേത്. അത് 2016 സ്വരാജ് അട്ടിമറിക്കുന്നത്. അതിനുശേഷം പിന്നെ സ്വരാജിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് ബാബുവിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും ഈ തരത്തിലുള്ള മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ ജാതി പറഞ്ഞു വോട്ട് പിടിക്കൽ, അല്ലെങ്കിൽ വർഗം പറഞ്ഞു വോട്ട് പിടിക്കൽ, കമ്മ്യൂണിറ്റി, നിറം, ഇങ്ങനത്തെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കോഡ് ഓഫ് കോണ്ടാക്ടിന് എതിരാണ്. അത് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സുപ്രീം കോടതി ബാബുവിൻ്റെ ഹർജി തള്ളാനുള്ള, അതായത് സ്വരാജിൻ്റെ ഹർജിയെ ചോദ്യം ചെയ്തുള്ള ബാബുവിൻ്റെ ഹർജി തള്ളാനുണ്ടായ സാഹചര്യം അത് തന്നെയാണ്. അത് പ്രഥമ ദൃഷ്ട്യാ സ്വരാജിന്റെ ഹർജി നിലനിൽക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആ ഹർജി തള്ളിയിരുന്നതും. എന്നിരുന്നാലും ഇതിൽ തുടർ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം UDF-നെ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടമാണ്. LDF-നെ സംബന്ധിച്ച് അവരുടെ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ള, എന്തായാലും 2 തരത്തിലും ഇരു കക്ഷികളും ഇതിനെ വളരെ സീരിയസ് ആയി, പ്രത്യേകിച്ചും 2021 തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം ജാഗ്രതയോടെ കാത്തിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. കാരണം അങ്ങേയറ്റം വരെ കടുത്ത മത്സരം തന്നെയായിരുന്നു. വോട്ടെണ്ണൽ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് കെ ബാബു വിജയിച്ചതായി വ്യക്തമായത്. ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ബാബുവിനാണ് വിജയം എന്ന് LDF-ഉം UDF-ഉം മനസ്സിലാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ LDF-നെ സംബന്ധിച്ച് അവിടെ മുതൽ ഒരു പക്ഷേ ഈ ഒരു ഫൈറ്റിലുള്ള സാഹചര്യങ്ങൾക്ക് ഉള്ള കോപ്പ് തയ്യാറാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടാകാം, കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടാകാം. എന്തായാലും ഇതിന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള 2 കക്ഷികളെയും സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്, അഭിമാന പ്രശ്നമാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇരു മുന്നണികളെയും കൊണ്ടെത്തിക്കുന്നു. BJP ഒരു പക്ഷേ ഇതിൽ മുതലെടുപ്പ് നടത്തിയേക്കാം. ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ 7 മണ്ഡലങ്ങളും UDF-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇതിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ചിട്ട് അഭിമാന പ്രശ്നമാണ്. അല്ലെങ്കിൽ കെ ബാബുവിൻ്റെ MLA സ്ഥാനം അയോഗ്യമാക്കിപ്പെടുകയാണ് എന്നുള്ളത് UDF-നെ സംബന്ധിച്ചിട്ട്, പാർട്ടിയെ സംബന്ധിച്ചിട്ട് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത്
അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇരുപക്ഷികളും തുടർ നടപടികളുമായി തുടർ പോരാട്ടങ്ങളുമായി ഹയർ ഓപ്ഷനുകൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ഉയർന്ന കോടതികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ കാണേണ്ടി വരും. അഭിലാഷ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം അസാധുവാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം സ്വരാജ് നൽകിയിട്ടുള്ള തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പ് കേസിലെ വിധിയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. 2021 ജൂൺ മാസത്തിൽ ആയിരുന്നു ഈ ഫലത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എം സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനിടയിൽ എം സ്വരാജിന്റെ ഹർജിക്ക് എതിരെ കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. 2 വർഷവും 10 മാസവും കഴിയുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം വരാൻ പോകുന്നത്. പക്ഷേ മേൽക്കോടതികളെ അടക്കം സമീപിക്കുവാനുള്ള സാഹചര്യം ഇരുവർക്കും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്മേലുള്ള നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ഹർജിയിന്മേൽ വിധി പറയാൻ പോകുന്നത് എന്നതാണ് രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൂടുതൽ പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത്.